Hi all. Today we are going to start module 6. In this module 6 നമുക്ക് പഠിക്കാനുള്ളത് കുറേ സ്പാനിങ് ട്രീയും അതിൻ്റെ കുറച്ച് അൽഗോരിതംസും ആണ്. So I already given you an assignment related with this computer representation of graphs. ഓക്കെ, അപ്പോൾ അതിനകത്ത് വരുന്നത് എഡ്ജ് ലിസ്റ്റിംഗ്, അഡ്ജസൻസി മെട്രിക്സ്, ഇൻസിഡൻറ്റ് മെട്രിക്സ്, എഡ്ജ് ലിസ്റ്റിംഗ്, സക്സസർ ലിസ്റ്റിംഗ്, ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസാണ് അതിനകത്ത് വരുന്നത്. എങ്ങനെയാണ് ഒരു ഗ്രാഫിനെ കമ്പ്യൂട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യുക, അതാണ് ഈ മോഡ്യൂളിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ. അത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. സോ റൈറ്റ് ഇറ്റ് ആസ് എൻ അസൈൻമെൻറ്റ്. ആൻഡ് ദ സെക്കൻഡ് ടോപ്പിക് വി നീഡ് ടു കവർ ഇസ് അൽഗോരിതം ഫോർ കണക്റ്റഡ്നെസ് ആൻഡ് കമ്പോണൻസ്. സോ അതിനകത്ത് വരുന്നത് നമുക്ക് ബേസിക് അൽഗോരിതമാണ് നമുക്ക് അതിനകത്ത് ഫസ്റ്റ് പഠിക്കാനുള്ളത്. കണക്റ്റഡ്നെസ്സും കമ്പോണൻസും നോക്കുക എന്നുള്ളത്. കണക്റ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം. അതായത് ഒരു ഗ്രാഫിനകത്ത് എത്ര കമ്പോണൻസുകൾ ഉണ്ട് എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പം അത് കമ്പോണൻസിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം തന്നെ നമുക്ക് ആ ഗ്രാഫ് കണക്റ്റഡ് ആണോ അല്ലയോ എന്ന് കിട്ടും. അപ്പം നമുക്ക് അതിനെ പറ്റിയിട്ടാണ് ഒന്ന് നോക്കേണ്ടത്. ഇതിനകത്ത് ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ദ ബേസിക് സ്റ്റെപ്പ് ഇൻ ദിസ് അൽഗോരിതം ഇസ് ദ ഫ്യൂഷൻ ഓഫ് ദി അഡ്ജസൻറ്റ് വേർട്ടിസസ്. നമുക്ക് ഫ്യൂഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ അഡ്ജസൻറ്റ് വേർട്ടിസസ് തമ്മിൽ ഫ്യൂഷൻ നടത്തുക എന്നുള്ളതാണ് ഈ കണക്റ്റഡ്നെസ് ആൻഡ് കമ്പോണൻസിൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ സ്റ്റെപ്സ് പറയുകയാണ്. വി സ്റ്റാർട്ട് വിത്ത് സം വേർട്ടെക്സ് ഇൻ ദ ഗ്രാഫ്. തന്നിരിക്കുന്ന ഗ്രാഫിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു വേർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് സ്റ്റാർട്ട് ടു ഫ്യൂസ് ഓൾ ദ വേർട്ടിസസ് ദാറ്റ് ആർ അഡ്ജസൻറ്റ് ടു ദ സെലക്റ്റഡ് വേർട്ടെക്സ്. നമ്മൾ ഏത് വേർട്ടെക്സ് ആണോ സെലക്ട് ചെയ്ത് അതിൻ്റെ അഡ്ജസൻറ്റ് വേർട്ടെക്സ് തമ്മിൽ എല്ലാം കൂടി ഫ്യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. Second step is then we take the fused vertex and again fuse it with all other vertices that are adjacent to it. So once we finish the fusion of the selected vertex, നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ആ ഫ്യൂസ്ഡ് ചെയ്ത വേർട്ടെക്സിൻ്റെ അഡ്ജസൻറ്റ് വീണ്ടും ഉണ്ടോ എന്ന് നോക്കണം. എഗെയിൻ ദ സെയിം പ്രോസസ് ആർ റിപ്പീറ്റിംഗ്. ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഈസ് റിപ്പീറ്റഡ് അണ്ടിൽ നോ മോർ വേർട്ടിസസ് ക്യാൻ ബി ഫ്യൂസ്ഡ്. ഒരു വേർട്ടിസസും ഫ്യൂസ് ചെയ്യാൻ ഇല്ല എന്ന് വരുന്നത് വരെ, ഒരു കണ്ടീഷൻ, അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നത് വരെ നമ്മൾ ഫ്യൂഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്തുകൊണ്ടേ ഇരിക്കും. ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് എ കണക്റ്റഡ് കമ്പോണൻറ്റ് ഹാസ് ബീൻ ഫ്യൂസ്ഡ് ടു എ സിംഗിൾ വേർട്ടെക്സ്. അതായത് ഒരൊറ്റ കമ്പോണൻ്റ് ഉള്ള ഒരു ഗ്രാഫാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സിംഗിൾ വേർട്ടെക്സിനകത്തേക്ക് നമ്മൾ എല്ലാ വേർട്ടെക്സിനെയും കൂടി ഫ്യൂസ് ചെയ്തെത്തും, കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ, സിംഗിൾ കമ്പോണൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ. ഇഫ് ദിസ് എസ് ഹോസ്റ്റ് എവറി വേർട്ടെക്സ് ഇൻ ദ ഗ്രാഫ്, അതായത് ആ ഗ്രാഫിനകത്ത് തന്നിരുന്ന എല്ലാ വേർട്ടെക്സിനെയും ഞാൻ ഫ്യൂസ് ചെയ്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഗ്രാഫ് എന്ന് പറയുന്നത് കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അതർവൈസ് അല്ല എന്നുണ്ടെങ്കിൽ വി വിൽ സ്റ്റാർട്ട് വിത്ത് എ ന്യൂ വേർട്ടെക്സ്. അതായത് അടുത്ത കമ്പോണൻറ്റ് പുതിയ വേർട്ടെക്സ് വെച്ചിട്ട് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അത് ഡിഫറെൻറ്റ് കമ്പോണൻ്റ് ആയിരിക്കും. ആൻഡ് വി ഹാവ് ടു കണ്ടിന്യൂ ദ സെയിം ഫ്യൂസിങ് ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാം. എക്സാമ്പിൾ പറയുമ്പോഴേ നിങ്ങൾക്ക് എൻ്റെ ഒരു പറയുന്ന കാര്യങ്ങൾ സ്റ്റെപ്സ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. സോ what is a fusion? We already know that a pair of vertices AB in a graph. ഒരു ഗ്രാഫിനകത്ത് AB എന്ന് പറയുന്ന വേർട്ടെക്സ് ഉണ്ട്. ആൻഡ് ദിസ് AB, the vertices are said to be fused. Otherwise we can say it as merged or identified if the two vertices are replaced by a single vertices. That means A and B are the two vertices. Once we finished our fusion, we will get a single vertex. ഓക്കെ, വേർട്ടെക്സ് ആയിരിക്കും കിട്ടുന്നത്. സച്ച് ദാറ്റ് എവറി എഡ്ജസ് ദാറ്റ് ഇസ് ഇൻസിഡൻറ്റ് ഓൺ എയ്തർ എ ഓർ ബി, എയിലോ ബിയിലോ ഇൻസിഡൻ്റ് ആയിട്ടുള്ള എല്ലാ എഡ്ജസും ഇപ്പം എന്തായിരിക്കും, ആ ഒരു സിംഗിൾ വേർട്ടെക്സിനകത്തേക്ക് ഇൻസിഡൻറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സോ if the two vertices are replaced by a single new vertex such that every edges that are incident on either A or B or on both is now incident on this new vertex. Okay, the fusion of two vertices does not alter the number of edges. Okay, when we are performing the fusion operation, the number of edges will still remain the same, but the number of vertices will be get reduced and will attain to the single vertex. Okay, but it reduces the number of vertices by 1. Vertices എത്രയായിട്ട് reduce ചെയ്യും, 1 ആയിട്ട് reduce ചെയ്യും. So let us consider this example. You can see I am going to fusion of vertices A and B. So I am going to fuse A and B vertices. സോ ഞാൻ എ എന്ന് പറയുന്ന വേർട്ടെക്സിനകത്തേക്ക് ഇൻസിഡൻറ്റ് ചെയ്യുന്ന എല്ലാ എഡ്ജസിനെയും കൂടി ഞാൻ ബിനകത്തേക്ക് കൊണ്ടിട്ട് കൊടുക്കാൻ പോവാണ്. ദാറ്റ് മീൻസ് ഐ ആം ഫ്യൂസിങ് എ ആൻഡ് ബി.
and the resultant edges will be incident on the B എന്ന് പറയുന്ന വേർട്ടെക്സിനകത്തേക്കാണ് ഞാൻ ഇൻസിഡൻറ്റ് ചെയ്യാൻ പോകുന്നത്. So you can see that A is having 3 different edges. That means A to E, A to B and A to C. Now these 3 edges will incident on B once we are performing the fusion operation. Okay, so see, C to A an edge is going, that is 4. Now that edge C to A will incident on C to B. എയിനകത്തേക്ക് ഇൻസിഡൻറ്റ് ചെയ്തതെല്ലാം ഞാൻ ഇനി ബിയിനകത്തേക്ക് ഇൻസിഡൻറ്റ് ചെയ്യും. സോ there will form a parallel edge between C and B. That means സിയും ബിയിനും അടുത്ത 4 എന്ന് പറയുന്ന വെയിറ്റിലേക്ക് വരും. Next one is, so I draw this, I am replacing this A, so that there is an edge incident from C to B, that is with weight 4. Again there is an edge from A, that is A to E, that is 1 ആണ്. So now that E will incident on B. E will incident on E with weight 1. Next A is incident on B with weight 2. So ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ബി എയിനകത്തേക്ക് ഇൻസിഡൻ്റ് ആയതെല്ലാം ബിയിലേക്ക് പോകാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു, ബിയിലേക്ക് എത്തുന്നു. അപ്പോൾ എന്താണ്, ഇനി എയിനങ്ങ് മാറ്റി കഴിയുമ്പം ബിയിൽ നിന്ന് ബിയിനകത്തേക്ക് തന്നെ വരും. ഓക്കെ, ഡയറക്റ്റ് എഡ്ജ് എല്ലാം അങ്ങനെയായിരിക്കും. നമ്മൾ സെലക്ട് ചെയ്യുന്ന വേർട്ടെക്സ് ഏതാണോ ഫ്യൂസ് ചെയ്യാൻ എടുക്കുന്നത്, ആ ഫ്യൂസ് ചെയ്യാൻ എടുക്കുന്ന 2 വേർട്ടെക്സും ഡയറക്റ്റായിട്ട് എയും ബിയും തമ്മിലൊരു എഡ്ജ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു സെൽഫ് ലൂപ്പായി മാറും. സോ ഇങ്ങനെയാണ് നമ്മുടെ ഈ പറയുന്ന ഗ്രാഫ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എയും ബിയും എന്ന് പറയുന്ന വേർട്ടെക്സിനെ ഫ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ വി ഹാവ് ടു സ്റ്റഡി ദിസ് ഫ്ലോ ചാർട്ട്. അപ്പോൾ ഫ്ലോ ചാർട്ട് പഠിക്കുന്നതിന് ഫ്ലോ ചാർട്ട് നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ പ്രോബ്ലം നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫ്, വാട്ട് എവർ ദ ഗ്രാഫ് ഇറ്റ് ഇസ്, യു ഹാവ് ടു കൺസിഡർ ദാറ്റ് ഗ്രാഫ് ആസ് G, capital letter G. Again, this capital letter G you have to initialize as a subgraph, that is small letter G. G എടുക്കുന്ന ഗ്രാഫ് ഏതാണോ കൺസിഡർ ദാറ്റ് ഇറ്റ് ഇസ് എ subgraph ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ ആൻഡ് ഇനിഷ്യലൈസസ് ഇൻറ്റു എ ന്യൂ വേരിയബിൾ, ദാറ്റ് ഇസ് സ്മോൾ ലെറ്റർ G. കറൻ്റ്ലി നമ്മൾ ഏതെടുത്താലും എവറി ഗ്രാഫ് അറ്റ്ലീസ്റ്റ് കൺസിസ്റ്റ് ഓഫ് സിംഗിൾ കമ്പോണൻറ്റ് ഉണ്ടായിരിക്കും അല്ലേ. ഞാൻ ഏതൊരു ഗ്രാഫ് വരച്ചാലും that means ഈ ഒരു ഗ്രാഫ് വരച്ചാൽ it consisting of one component. When I am considering this graph, it consisting of 2 components. Okay, so ഏതൊരു ഗ്രാഫ് വരച്ചാലും അതിനുള്ള കമ്പോണൻസ് അറ്റ്ലീസ്റ്റ് 1 ഉണ്ടായിരിക്കും. So you have to set the count as C equal to 1, that is number of component currently present is C equal to 1. Then from the subgraph G, that is the original graph. Okay, we input this original graph into a subgraph that is small letter G. We have to select a single vertex I from that G. G യിൽ നിന്ന് ഞാനൊരു I എന്ന് പറയുന്ന vertexനെ സെലക്ട് ചെയ്തു. Now I am going to start the fusion operation. Fuse all vertices adjacent to I with I and call the new vertex I. എല്ലാ വേർട്ടിസസിനെയും അഡ്ജസൻ്റ് ആയിട്ടിരിക്കുന്ന എല്ലാ വേർട്ടെക്സസ്, വാട്ട് എവർ ദി vertices that are adjacent to the selected vertex I, we are going to fuse those vertices with the selected vertex I, and we are going to call it as a new vertex I എന്ന് പറയുന്നതിനകത്തേക്ക് തന്നെയാണ് ഞാൻ ഫ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഇപ്പം ഞാൻ സെലക്ട് ചെയ്ത എ ആണ്, ബി എന്ന് പറയുന്നതും സി എന്ന് പറയുന്നത് അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന വേർട്ടിസസ് ആണെങ്കിൽ ഈ വേർട്ടിസസിനെ എല്ലാം കൂടി ഞാൻ എയിനകത്തേക്ക് തന്നെ ഫ്യൂസ് ചെയ്യാൻ പോവാണ്. ആൻഡ് ന്യൂ വേർട്ടെക്സ് എന്ന് പറയുന്നത് എ ആയിരിക്കും. ബിയും സിയും അവിടെ കാണില്ല. ബിയിനും സിനകത്തേക്കും എഡ്ജസ് ഏതൊക്കെ ഇൻസിഡൻറ്റ് ആയിട്ടുണ്ടോ ദാറ്റ് എഡ്ജസ് വിൽ നൗ ഇൻസിഡൻറ്റ് ഓൺ ദ ന്യൂ വേർട്ടെക്സ് എയിനകത്തേക്ക് ഇൻസിഡൻറ്റ് ആകാൻ തുടങ്ങും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ നമ്പർ ഓഫ് വേർട്ടിസസ് നോൺ അഡ്ജസൻറ്റ് ടു ഐ സെയിം ആസ് ബിഫോർ ഫ്യൂഷൻ. ഫ്യൂഷന് മുന്നേ ഉണ്ടായിരുന്ന ഐയുടെ അഡ്ജസൻറ്റ് വേർട്ടെക്സും ഫ്യൂഷന് ശേഷം ഉണ്ടായിരുന്ന അഡ്ജസൻറ്റ് വേർട്ടെക്സും തമ്മിൽ നോക്കും. ഈസ് ദ നമ്പർ ഓഫ് വേർട്ടിസസ് നോൺ അഡ്ജസൻറ്റ് ടു ഐ. ഐക്ക് നോൺ അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന വേർട്ടിക്സസിൻ്റെ എണ്ണം, അതായത് ഫ്യൂസ് ചെയ്യുന്നതിന് മുന്നേ ഐക്ക് എത്ര നോൺ അഡ്ജസൻറ്റ് വേർട്ടിസസ് ഉണ്ടായിരുന്നോ, ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഐക്ക് എത്ര നോൺ അഡ്ജസൻറ്റ് വേർട്ടിസസ് ഉണ്ടായിരുന്നോ നോക്കണം. അപ്പം നമ്പർ ഓഫ് വേർട്ടിസസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫ്യൂഷൻ
operation, you have to count the number of non-adjacent vertices. If that number of non-adjacent vertices are same ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന കാര്യം നെക്സ്റ്റ് പെർഫോം ചെയ്യും. അതല്ല സെയിം അല്ല എന്നുണ്ടെങ്കിൽ, നമ്പർ ഓഫ് വേർട്ടിസസിൻ്റെ എണ്ണം സെയിം അല്ല എന്നുണ്ടെങ്കിൽ വി വിൽ അഗെയിൻ ഗോ ബാക്ക്. നമ്മൾ വീണ്ടും തിരിച്ചു പോയിട്ട് എന്ത് ചെയ്യും, എല്ലാ വേർട്ടിസിനെയും വീണ്ടും ഒന്നേന്ന് ഫ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അഡ്ജസ്റ്റൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ, സെയിം അല്ലായിരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സെയിം ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ആ പറയുന്ന ജീനെ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് അടുത്ത സബ് ഗ്രാഫ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഡിലീറ്റ് ഫ്രം ജി വേർട്ടെക്സ് ഐ, അതായത് കംപ്ലീറ്റ് വേർട്ടെക്സിനെ ഞാൻ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞു, എൻ്റെ അഡ്ജസ്റ്റൻ്റ് ഒന്നുമില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഡിലീറ്റ് ഫ്രം ജി വേർട്ടെക്സ് ഐ എന്ന് പറയുന്ന വേർട്ടെക്സിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യും. ബാക്കിയുള്ള റിമൈനിങ് ഗ്രാഫിനെയാണ് ഞാൻ ഇനി വരുന്നത് ജി എന്ന് പറഞ്ഞ് വിളിക്കാൻ പോകുന്നത്. ഞാനിത് പ്രോബ്ലം ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഈ പറയുന്നതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ. ഇനി ഞാൻ നോക്കും, ഈസ് ദെയർ എനി വേർട്ടെക്സ് ലെഫ്റ്റ് ഇൻ ജി, ജിനകത്ത് ഇനിയും വേർട്ടെക്സ് ലെഫ്റ്റ് ആണോ എന്ന് നോക്കണം. ഇനിയും വേർട്ടെക്സ് ഉണ്ടെങ്കിൽ വീണ്ടും ഞാൻ എന്ത് ചെയ്യും, അടുത്ത ദാറ്റ് മീൻസ് ഇവിടുത്തെ എൻ്റെ ഗ്രാഫിനകത്ത് ഈ ഒരു കണ്ടീഷൻ വരുമ്പോഴാണ്, ഇപ്പോൾ എൻ്റെ ഈ രണ്ട് ഗ്രാഫ്, അതായത് ഈ പറയുന്ന ഗ്രാഫിനെ സബ് ഗ്രാഫിനെ ഞാൻ എന്ത് ചെയ്തു, ഫ്യൂസ് ചെയ്ത് ഒരൊറ്റ വേർട്ടെക്സ് ആയിട്ട് എടുത്തിട്ട് ഞാൻ അതിനെ ഡിലീറ്റ് ചെയ്തു. അതിനെ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോഴും സ്റ്റിൽ എനിക്ക് വേറെ ഗ്രാഫ് നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത കമ്പോണൻ്റ്, അതായത് ഈ പറയുന്ന ആളിവിടെ സ്റ്റിൽ നിൽക്കുവാണ്, അങ്ങനെയാണെങ്കിൽ ഇതിനെയായിരിക്കും ഞാൻ അടുത്ത ജി ആയിട്ട് വിളിക്കുന്നത്. ദാറ്റ് മീൻസ് ഞാൻ ഈ സെലക്ട് ചെയ്ത ഈ കംപ്ലീറ്റ് ഹോൾ സബ് ഗ്രാഫിനകത്ത് എത്ര കമ്പോണൻസ് ഉണ്ട്, 2 കമ്പോണൻസ് ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം ഒരു കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ ദേ ഇവിടെ വെച്ച് നിൽക്കും. ഈസ് ദെയർ ഈസ് എനി വേർട്ടെക്സ് ലെഫ്റ്റ് ഇൻ ജി, നോ. പ്രിൻറ്റ് സി എത്രയാണോ കൗണ്ട് അത് ഞാൻ ചെയ്യും. ഇനിയിപ്പം ഞാൻ സെലക്ട് ചെയ്ത ഗ്രാഫ് ഇങ്ങനെയാണ്, ഈ ഒരു സബ് ഗ്രാഫായിട്ടാണ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ഈ ഒരു കമ്പോണൻറ്റ് മാത്രമേ എടുത്തു കഴിഞ്ഞിട്ടുള്ളൂ, ഇനി അടുത്ത് ഈ കമ്പോണൻ്റ് ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും, സീനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യും, ഫ്യൂസ് ചെയ്യാനായിട്ട് വീണ്ടും തിരിച്ചു പോകും. ഓക്കെ, പ്രോബ്ലം നമുക്ക് നോക്കാം. കൺസിഡർ ദിസ് എക്സാമ്പിൾ, ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. ഞാൻ എൻ്റെ സ്മോൾ ലെറ്റർ ജി ആയിട്ട് ഈ പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ ജി, ഈ കംപ്ലീറ്റ് ഒറിജിനൽ ഗ്രാഫ് തന്നെയാണ് ഞാൻ സ്മോൾ ലെറ്റർ ജി ആയിട്ട് എടുക്കുന്നത്. എന്നിട്ട് കൗണ്ടിനെ ഞാൻ ഫസ്റ്റ് സെറ്റ് ചെയ്തു. ഇതാണല്ലോ എൻ്റെ അൽഗോരിതത്തിനകത്ത് വരുന്നത്. കൗണ്ട് ഞാൻ സെറ്റ് ചെയ്തു C=1 എന്ന്. ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്ന വേർട്ടെക്സ് ഐ ആയിട്ട് എടുക്കാൻ പോകുന്ന വേർട്ടെക്സ് എന്ന് പറയുന്നത്, ഇത് ഞാൻ സെലക്ട് ചെയ്ത ജി, എൻ്റെ ഗ്രാഫ് ഏതാണ്, സ്മോൾ ലെറ്റർ ജിയിൽ നിന്ന് ഞാനൊരു വേർട്ടെക്സ് ഐ എടുക്കണം. ഇവിടെ ഞാൻ ഐ എന്ന് പറയുന്ന വേർട്ടെക്സ് എടുക്കുന്നത് V1 ആണ്. ഇനി V1ന് അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന വേർട്ടെക്സസ് ഏതൊക്കെയാണെന്ന് നോക്കുക. വേർട്ടെക്സസ് എന്ന് പറയുന്നത് V2ഉം V4ഉം V1ന് അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, I will start to fuse this V2 and V4. Whatever the edges that is incident on the V2 will now incident on V1, and second, whatever the edges that is incident on V4 is now incident on V1. ഇങ്ങനെ ഞാൻ ആക്കി മാറ്റണം. അപ്പോൾ ഞാൻ ആക്കുമ്പോൾ അതിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ഫസ്റ്റ് V2നെയാണ് V2ഉം V1ഉം കൂടിയാണ് ഫ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് V1ഉം V2ഉം കൂടി ഫ്യൂസ് ചെയ്തിട്ട് V2നകത്തേക്ക് ഏതൊക്കെ എഡ്ജസ് ഉണ്ടായിരുന്നോ അതെല്ലാം V1ൽ വന്ന് വീണ് കിടക്കും. അപ്പം ഞാൻ V2 ആണ് ഫ്യൂസ് ചെയ്യാൻ പോകുന്നത്. V2 ഫ്യൂസ് ചെയ്യുമ്പം V2നകത്ത് നിന്ന്, അതായത് ഇത് V1ൽ നിന്നും V1ലേക്ക് ഒരു എഡ്ജ് വരുന്നുണ്ട്. അതും ഞാൻ സെൽഫ് ലൂപ്പ് ആക്കും, അത് 1 തന്നെയാണ്. അടുത്തത് V2ൽ നിന്നും V3നകത്തേക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ V3 ഇവിടെ എഴുതും. V2ൽ നിന്നും V3നകത്തേക്ക് അല്ലേ, V3ൽ നിന്നും V2ലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ V3ൽ നിന്നും V2ലേക്ക് വരുന്ന എഡ്ജിനി എങ്ങോട്ട് വീഴും, V1ലേക്ക് വീഴത്തുള്ളൂ, അത് 5 ആണ്. അടുത്തത് V4ൽ നിന്നും V2ലേക്ക് വീഴുന്നുണ്ട് 3 വഴി. അപ്പോൾ ആ V4 ഞാനിവിടെ വരയ്ക്കാം. ഇനി V4ൽ നിന്നും V2ലേക്ക് 3 വീഴുന്നത് ഇനി എങ്ങോട്ട് പോകും, നമ്മുടെ V1ലേക്ക് പോകും. ഓക്കെ, അപ്പോൾ 3 ആയി. അടുത്തതാണ് അടുത്തത്, അപ്പോൾ 1 2 3, അപ്പോൾ 3 എഡ്ജസ് 1 2 3 3 എഡ്ജസ് ഞാൻ V2ലേക്ക് ഇൻസിഡൻ്റ് ആയ 3 ആൾക്കാരെ ഞാൻ V1ലേക്ക് വരച്ചു. ഇനി V1ൽ ഓൾറെഡി V1ൽ നിന്നും V4നകത്തേക്ക് എന്തുണ്ട്, 2 എന്ന് പറയുന്നുണ്ട്. സോ V1ൽ നിന്നും V4ൽ ഓൾറെഡി 2 എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അടുത്തത് V4ൽ നിന്നും V3നകത്തേക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ വരച്ചു. ഓക്കെ, ഇങ്ങനെയാണ് കിടക്കുന്നത്. എൻ്റെ ഗ്രാഫ് ഇതേമാതിരി ആയി മാറും. ഓക്കെ, അതാണ് ഈ കിടക്കുന്നത്. ഞാൻ V1ഉം V2ഉം തമ്മിൽ ഫ്യൂസ് ചെയ്തത് ഈ പറയുന്ന ഗ്രാഫ്. We are going to fuse this from the resultant graph. That means after performing the fusion operation between V1 and V2, we will obtain a new graph. From this resultant graph, we are going to fuse
V4 ആൻഡ് V1. ഇനി V4നെയും V1നെയും ഫ്യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ഗ്രാഫ് ഇങ്ങനെയല്ലേ കിടക്കുന്നത്. അപ്പോൾ ഞാൻ V1നെയും V4നെയും ഫ്യൂസ് ചെയ്യുമ്പം ഇനി V1ൽ നിന്നും V4ലേക്ക് എത്ര എഡ്ജ് ഉണ്ട്? 2, 3, 4. ഇത്രയും എഡ്ജ് V4ൽ നിന്ന് പോകുന്നുണ്ട്. ഇതെല്ലാം ഇനി V1ലേക്കാണ് വീഴേണ്ടത്. അപ്പോൾ V1 ഓൾറെഡി ഇങ്ങനെ കിടക്കുവാണ്. V1 ഇതിനകത്ത് സെൽഫ് ലൂപ്പ് ഉണ്ട്. ഇനി V4ലേക്ക് വീഴുന്നതെല്ലാം V1ലേക്ക് വീഴണം. അതായത് V4ൽ നിന്ന് V1ലേക്ക് 2. അപ്പോൾ ഇനി V1ൽ നിന്നും സെൽഫ് ലൂപ്പ് തന്നെയാകും 2. അടുത്ത് V4ൽ നിന്നും V1ലേക്ക് 3. അത് വീണ്ടും അടുത്ത സെൽഫ് ലൂപ്പാകും 3. അടുത്തത് V4ൽ നിന്നും V3-നകത്തേക്കാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ V3 ഇവിടെ വരയ്ക്കുക. V4ൽ നിന്നും V3-നകത്തേക്ക്. അപ്പോൾ V3യിൽ നിന്നും ഇനി എങ്ങോട്ട് വരയ്ക്കണം? V1ലേക്കാണ് വരയ്ക്കേണ്ടത് 4. അടുത്തത് V3യിൽ നിന്നും V1ലേക്ക്, V3യിൽ നിന്നും V1ലേക്ക് 5. ഇങ്ങനെയായിരിക്കും കിട്ടുന്നത് നമുക്ക്. ഓക്കെ, അതാണ് ഈ പറയുന്ന ഗ്രാഫ്. സോ ഫ്യൂഷൻ ഓഫ് V1 ആൻഡ് V4. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇത്രയും നമ്മൾ ഫ്യൂസ് ചെയ്ത് വെച്ചു. ഇനി നോക്കും, നമ്പർ ഓഫ് നോൺ അഡ്ജസൻറ്റ് വേർട്ടിസസ് ഓഫ് I എന്ന് പറഞ്ഞാൽ V1ൻ്റെ നോൺ അഡ്ജസൻറ്റ് വേർട്ടിസസ് എത്രയായിരുന്നു? അതായത് V1 എന്ന് പറയുന്ന ആളുടെ നോൺ അഡ്ജസൻറ്റ് ഏതൊക്കെയായിരുന്നു? V3 ആയിരുന്നു. ഓക്കെ, അഡ്ജസൻറ്റ് അല്ലാതെ കിടന്നത് V3 ആയിരുന്നു. അതായത് നമ്പർ ഓഫ് വേർട്ടിസസ് 1 ആണ്. നമ്പർ ഓഫ് നോൺ അഡ്ജസൻറ്റ് വേർട്ടിസസ് ഓഫ് I നോട്ട് സെയിം ആസ് ബിഫോർ ഫ്യൂഷൻ. ഫ്യൂഷന് തൊട്ട് മുന്നേ ഉള്ള ആളും ഇപ്പോൾ നമ്പർ ഓഫ് നോൺ അഡ്ജസൻറ്റും സെയിം ആണോ അല്ലയോ? ഇപ്പോൾ V1ൻ്റെ അഡ്ജസൻറ്റ് ഏതാണ്? V3 ആണ്. നേരത്തെ V1ൻ്റെ അഡ്ജസൻറ്റ് എത്രയായിരുന്നു? അഡ്ജസൻറ്റ് അല്ലാതിരുന്ന ഏതായിരുന്നു? V3 ആയിരുന്നു. ദാറ്റ് മീൻസ് അതായത് ഫ്യൂഷന് മുന്നേ V1 എന്ന് പറയുന്ന ആളുടെ നോൺ അഡ്ജസൻറ്റ് കൗണ്ട് എന്ന് പറയുന്നത് 1 ആയിരുന്നു. എന്നാൽ ഇപ്പോഴോ ഫ്യൂഷന് ശേഷം V1ൻ്റെ നോൺ അഡ്ജസൻറ്റ് എന്ന് പറയുന്നത് 0 അല്ലേ? കാരണം V1ൻ്റെ അഡ്ജസൻറ്റായി മാറി V3. അപ്പോൾ നമ്പർ ഓഫ് നോൺ അഡ്ജസൻറ്റ് വേർട്ടിസസ് ഓഫ് I സെയിം അല്ല. ഫ്യൂഷന് മുന്നേ ഫ്യൂഷന് ശേഷം സെയിം അല്ലാത്തത് കൊണ്ട് ഞാൻ വീണ്ടും എന്ത് ചെയ്യണം? എൻ്റെ ഗ്രാഫിൽ എന്താണ് പറയുന്നത്? ഈ നമ്പർ ഓഫ് വേർട്ടിസസ് സെയിം അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും എന്ത് ചെയ്യും? തിരിച്ച് വീണ്ടും ഫ്യൂഷൻ നടത്താൻ വേണ്ടി പോകും. സോ നൗ കൺസിഡർ അഡ്ജസൻറ്റ് വേർട്ടിസസ് ടു ബി ഫ്യൂസ്ഡ്. അതായത് ഇനി ഏതാണ്? V1ഉം V3-നകത്തെ എഡ്ജസ് ഏതൊക്കെ വീഴുന്നു ആ V3ഉം V1ഉം കൂടിയാണ് ഇനി ഫ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ്? V3-നകത്തേക്ക് വന്ന് വീഴുന്ന എഡ്ജസ് 4ഉം 5ഉം ഇപ്പോൾ എന്തായി മാറും? V1ലേക്ക് വന്ന് വീഴാൻ തുടങ്ങുമ്പോൾ 4ഉം 5ഉം സെൽഫ് ലൂപ്പുകളായി മാറും. Now consider the adjacent vertices to be fused. That means V1. Hence fuse V3 with V1 and result is ഈ പറയുന്നതായിരിക്കും റിസൾട്ട്. ഓക്കെ, ഇതായിരിക്കും റിസൾട്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഈ സ്റ്റെപ്പാണ് നോക്കേണ്ടത്. ഇനി ഈ സ്റ്റെപ്പ്, അതായത് വി ഹാവ് ടു ഡിലീറ്റ്. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയ ആ ഒരു വേർട്ടെക്സ് നോക്കുക. ഇതാണിപ്പോൾ എൻ്റെ G. ഓക്കെ, ഇതാണ് എൻ്റെ സ്മോൾ ലെറ്റർ G. വി ഹാവ് ടു ഡിലീറ്റ് ദിസ് G vertex V1 along with all fuse. That means it consists only single vertices and all the edges now incident on that single vertex la thanne incident ayana. So what I have to do is, if there exists only one vertex, okay, that means we have to the single vertex V1 we got how? We are already, that means we obtained that single vertex by fusing all the adjacent vertices. appo endu vettum? Vertex V1 along with all fused vertices we have to delete that G. ഈ പറയുന്ന Gനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ഈ പറയുന്ന എഡ്ജിനെ നമ്മൾ, ദാറ്റ് മീൻസ് ഈ പറയുന്ന വേർട്ടെക്സിനെ നമ്മൾ V1 എന്ന് പറഞ്ഞ സിംഗിൾ വേർട്ടെക്സിനെ ഡിലീറ്റ് ചെയ്യുമ്പം നമുക്ക് അവിടെ കിട്ടുന്ന എന്താണ്? ഒരു എംറ്റി ഗ്രാഫാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഇപ്പോൾ എൻ്റെ ഗ്രാഫ് എന്തായി മാറി? ഈ പറയുന്ന ആളിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഗ്രാഫ് എന്തായി? എംറ്റി ആയി മാറി. ദാറ്റ് മീൻസ് ദർ ഇസ് നോ മോർ വേർട്ടെക്സസ് ലെഫ്റ്റ് ഇൻ G. എന്ന് പറയുന്ന ഗ്രാഫിനകത്ത് എനിക്ക് വേറൊരു വേർട്ടെക്സും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. വേറെ ഏതെങ്കിലും, ഇപ്പോൾ ഞാൻ ഈ പറയുന്ന V1 എന്ന് പറയുന്ന ആളിനെ ഡിലീറ്റ് ചെയ്തു, അടുത്ത് ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരുന്നു എൻ്റെത് കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ ഡെഫിനറ്റ്ലി 2 വേർട്ടെക്സ് എക്സിസ്റ്റ് ചെയ്തേനെ. ഓക്കെ, ഇവിടെ ഒരൊറ്റ കമ്പോണൻറ്റ് ഉള്ളത് കൊണ്ടാണ്, ഒരൊറ്റ കമ്പോണൻറ്റിലേ നമ്മുടെ ഗ്രാഫിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഫ്യൂസ് ചെയ്തൊരു സിംഗിൾ വേർട്ടെക്സിനകത്തേക്ക് എത്തുന്നത്. ഈ സിംഗിൾ വേർട്ടെക്സിനകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു ഡിലീറ്റ് ദാറ്റ് ഗ്രാഫ് ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദർ ഈസ് എനി അതർ vertices left over. ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. So we identified that once we deleted this particular V1 vertex, there doesn't exist any kind of graph. അതായത് അവിടെ ഒരു ഗ്രാഫ് ഇല്ല. That means we are getting an empty graph. In such situation എന്താണ്? The count will be always 1 ആയിരിക്കും. Okay, that means component is always 1.
സപ്പോസ് ഇഫ് there exists another subgraph ഉണ്ട് എന്ന് വിചാരിക്കുക. അതായത് ഞാൻ ഈ പറയുന്ന വേർട്ടെക്സിനെ ഡിലീറ്റ് ചെയ്തിട്ടും സ്റ്റിൽ there exists ഒരു വേർട്ടെക്സ് ഇവിടെ ഒരു ഗ്രാഫ് നിൽക്കുവാണെങ്കിൽ, ഇങ്ങനെ ഒരു ഗ്രാഫ് V6ഉം V7ഉം നിൽക്കുവാണെങ്കിൽ we are taking this as our new graph ആയിട്ട് എടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഗ്രാഫിനെ ഞാൻ വീണ്ടും എന്ത് ചെയ്യാൻ പോകും, എൻ്റെ സെയിം ഓപ്പറേഷൻ ഇത് നടത്താൻ പോകും. സോ ഈസ് ദർ എനി വേർട്ടെക്സ് ലെഫ്റ്റ് ഇൻ G ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കമ്പോണൻറ്റിൻ്റെ ഒന്ന് കൂട്ടിയിട്ട് സെയിം പ്രോസസ്സ് നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഇവിടെ നടക്കുന്നത്. സോ ഇഫ് വേർട്ടെക്സ് ലെഫ്റ്റ് ഇൻ G we are incrementing the count and repeat the step from step 2. സോ ഇതിനെ നമ്മൾ അഡ്ജസൻസി മെട്രിക്സിനകത്തേക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പം ഇതിൻ്റെ അഡ്ജസൻസി മെട്രിക്സ് ഫ്യൂഷൻ നടത്തുമ്പോൾ ഇപ്പം ഐയും ജെ, അതായത് V1ഉം V2 എന്ന് പറയുന്ന രണ്ട് വേർട്ടെക്സ് തമ്മിലാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ V1ഉം V2ൻ്റെയും കറസ്പോണ്ടിങ് റോസുകളും കോളംസും, റോസ് ആൻഡ് കോളംസ് യു ഹാവ് ടു ഡു ദി ഓർ ഓപ്പറേഷൻ. അതാണ് ആഡിങ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ആഡിങ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഫ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇവിടെ പെർഫോം ചെയ്യുന്നത് ഓറിങ് ഓപ്പറേഷൻ ആയിരിക്കും. ഇതാണ് ഓർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് വേർട്ടെക്സ് 1ഉം ആണെങ്കിൽ ദാറ്റ് മീൻസ് ഇങ്ങനെയായിരിക്കും. 1+0 ആണെങ്കിൽ 1 കിട്ടും, 0+1 ആണെങ്കിലും 1 കിട്ടും, 1+1 ആണെങ്കിലും 1 കിട്ടും. 0+0 ആണെങ്കിൽ മാത്രമാണ് 0 കിട്ടുന്നത്. അതായത് V1ഉം V2 എന്ന് പറഞ്ഞ രണ്ട് വേർട്ടെക്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ റോസും അതിൻ്റെ കറസ്പോണ്ടിങ് കോളവും തമ്മിൽ ഓർ ചെയ്യുക എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, സോ സി ഹിയർ ഇതാണ് എൻ്റെ ഗ്രാഫെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, അതിൻ്റെ കറസ്പോണ്ടിങ് അഡ്ജസൻസി മെട്രിക്സ് നിങ്ങൾക്ക് എഴുതാൻ അറിയാമല്ലോ. ദാറ്റ് മീൻസ് V1ഉം V2നകത്തേക്കും ബിറ്റ്വീൻ V1 ആൻഡ് V2 there is an edge, that is V1 കൊടുക്കുക. V1ഉം V3യും തമ്മിൽ 1 ഉണ്ട്. ബാക്കി ഡയഗണൽ വേർട്ടെക്സ്, അതായത് സെൽഫ് ലൂപ്പുകളൊന്നുമില്ല. സോ അതിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ വി ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് V1 വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അഡ്ജസൻറ്റ് വേർട്ടിസസ് എന്ന് പറയുന്നത് V2ഉം V3 ആണ്. സോ വി നീഡ് ടു ഫ്യൂസ്. അപ്പോൾ V1ൻ്റെ അഡ്ജസൻറ്റ് വേർട്ടിസും V2ഉം V3 ആകുമ്പോൾ V2 ഞാൻ V1ലേക്കും V3 V1ലേക്കും ഞാൻ ഫ്യൂസ് ചെയ്യുന്നു. അപ്പം V2 V1ലേക്ക് ഫ്യൂസ് ചെയ്യുമ്പം V2 V1 എന്ന് പറയുന്നതിൻ്റെ റോയും കോളവും തമ്മിൽ ഞാൻ ഓർ ഓപ്പറേഷൻ ചെയ്യുന്നു. അപ്പം ഞാൻ നോക്ക്, റോ ആൻഡ് കോളം ഓഫ് V2 ഈസ് ലോജിക്കലി ആഡഡ് എന്ന് പറഞ്ഞാൽ ഓർ ഓപ്പറേഷൻ ചെയ്യാം. അപ്പം ഞാൻ ഇതിൻ്റെ റോ ചെയ്യുവാണ് ആദ്യമേ. V1ഉം V2ഉം കൂടി, അതായത് V1ഉം V2ഉം കൂടി ഓർ ചെയ്തിട്ട് ഞാൻ V1ലേക്ക് തന്നെയാണ് ഇടാൻ പോകുന്നത് അല്ലേ. V1ഉം V2 ഓർ ചെയ്തിട്ട് ഞാൻ V1ലേക്ക് തന്നെ ഇടുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ഓർ ചെയ്ത് നോക്കിക്കേ. ഇത് രണ്ടും, അതായത് റോ അല്ലേ ചെയ്യുന്നത്. റോ തമ്മിൽ ചെയ്യുമ്പം V1ഉം എനിക്ക് എൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായി മാറും. ഇത് V1, ഇത് V2, ഇത് V3, ഇത് V1, ഇത് V2, ഇത് V3. അപ്പോൾ V1 റോ തമ്മിൽ നോക്കുകയാണെങ്കിൽ V1ഉം V2ഉം കൂടി ഓർ ചെയ്യുമ്പം ഇവിടെ 1 കിട്ടും. 0+1 1, അടുത്തത് 1+0 1, 1+1 1. ബാക്കി V2 എന്ന് പറയുന്നത് അതേമാതിരി തന്നെ ഇവിടെ കിടക്കുവാണ്. ഓക്കെ, ഇങ്ങനെ കിടക്കുന്നു. ഇത് റോ ഞാൻ ചെയ്തു. അടുത്ത ഞാൻ ഇതേമാതിരി കോളം ചെയ്യും. ഈ കിട്ടുന്ന റിസൾട്ട് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. V1 V2 V3 V1 V2 V3. ഇനി റോ തമ്മിൽ കോളം തമ്മിൽ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. കോളം ചെയ്യുന്നത് 1+1 എത്രയാണ്? 1 ആണ്. 1+0 എത്രയാണ്? 1 ആണ്. 1+1 എത്രയാണ്? 1 ആണ്. ബാക്കി 1 0 1 1 1 0 ഇങ്ങനെ തന്നെ നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് V2 എന്ന് പറയുന്ന റോയും കറസ്പോണ്ടിങ് V2ൻ്റെ കോളവും റോയും കോളവും എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്യണം. ബാക്കി നമുക്ക് റിമൈൻ ചെയ്യുന്നത് എത്രയായിരിക്കും? V1, അതായത് V1ഉം V3 മാത്രമേ ഉണ്ടാവുള്ളൂ. V1ഉം V3 മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ V1ൻ്റെ 1ഉം ഈ പറയുന്ന 1ഉം 1ഉം 0യും ഇങ്ങനെയായിരിക്കും എൻ്റെ ഗ്രാഫ് കിട്ടുക. ഓക്കെ, നോക്കാം. ഞാൻ റോ ആദ്യമേ ഇത് ചെയ്തു, ഓർ ചെയ്തു. എന്നിട്ട് ഞാൻ കോളവും ഞാൻ ഓർ ചെയ്തിട്ട് we have to discard the V2 column and row. V2ൻ്റെ കോളവും റോവും ഡിസ്കാർഡ് ചെയ്തപ്പോൾ എനിക്കിങ്ങനെ കിട്ടി. Again I need to fuse the another adjacent vertices that we have for V1, that is V3. Again ഞാൻ എന്ത് ചെയ്യാം? ഇതേ ഓപ്പറേഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. V1ഉം V3യും തമ്മിൽ ഞാൻ ഫ്യൂസ് ചെയ്യാണ്. അപ്പം ഇത് V1 ആയി മാറും. ഓക്കെ, V1ഉം V3യും തമ്മിൽ ഫ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ഫ്യൂസ് ചെയ്യുമ്പം V1ഉം, അതായത് 1+1 എന്ന് പറഞ്ഞാൽ 1 ആയി, 1+0 എന്ന് പറയുന്നത് 1 ആയി, ബാക്കി ഇവിടെ 1ഉം 0 ആയി. എഗെയിൻ ഇത് റോ ചെയ്തു, ഇത് കോളമാണ് ഞാൻ ചെയ്തത്. ഇത് കോളം ചെയ്തു. ഇനി റോ ചെയ്ത് നോക്കിയേ. റോ ചെയ്യുമ്പോഴും V1 V3 എന്ന് വരും. അപ്പോൾ ഇങ്ങനെ കിട്ടും. 1ഉം 1ഉം 1 കിട്ടി, 1ഉം 0യും 1 കിട്ടി.
ബാക്കി ഈ പറയുന്ന പോലെ 1ഉം 0 ഇവിടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഐ ഹാവ് ടു ഡിസ്കാർഡ് ദി കറസ്പോണ്ടിങ് റോ ആൻഡ് കോളം ഓഫ് V3. V3യുടെ റോയും കോളവും ഇതും മാറ്റും. ബാക്കി എനിക്ക് ലെഫ്റ്റ് ഓവർ ചെയ്യുന്നത് 1 ഇതായിരിക്കും കിട്ടുന്നത്. സോ ഇങ്ങനെയാണ് ഫ്യൂസ് ചെയ്യുമ്പോൾ ഒരൊറ്റ സിംഗിൾ വേർട്ടെക്സ് അല്ലേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, അതാണ് ഈ കിടക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മാക്സിമം നമ്പർ ഓഫ് ഫ്യൂഷൻസ് ദാറ്റ് മീ ഹാവ് ടു ബി പെർഫോംഡ് ഇൻ ദിസ് അൽഗോരിതം. ഈ അൽഗോരിതത്തിനകത്ത് എത്ര ഫ്യൂഷൻ ഓപ്പറേഷനാണ് ചെയ്യുന്നത്? ഇപ്പോൾ n നമ്പർ ഓഫ് വേർട്ടിസസ് ഉണ്ടെങ്കിൽ ഞാൻ എത്ര ഫ്യൂഷൻ ഓപ്പറേഷൻസ് ചെയ്യണം? n-1, അതായത് സിംഗിൾ വേർട്ടെക്സ് മാത്രമേ ഇവിടെ ലാസ്റ്റ് എക്സിസ്റ്റ് ആവത്തുള്ളൂ, ബാക്കി എല്ലാം തന്നെ ഫ്യൂസ് ആവും. ദാറ്റ് മീൻസ് ഇഫ് ഇൻ അവർ ഗ്രാഫ് ഇഫ് ദർ എക്സിസ്റ്റ് n നമ്പർ ഓഫ് വേർട്ടിസസ് ദെൻ വി നീഡ് ടു പെർഫോം അറ്റ്ലീസ്റ്റ് n-1 ഫ്യൂഷൻസ് പെർഫോം ചെയ്യുന്നു. ഈ ഓരോ ഫ്യൂഷനകത്തും ഞാൻ എത്ര ഓറിങ് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്? ഓർ ഓപ്പറേഷൻ ചെയ്യുന്ന എത്രയാണ്? നിങ്ങൾ തന്നെ നോക്കിക്കേ, എല്ലാ റോയും എല്ലാ കോളവുമായിട്ടും ചെയ്യുന്നത്. ദാറ്റ് മീൻസ് V1 V2 V3 അതായത് ചെയ്തപ്പോൾ അതായത് V1ഉം V2ഉം തമ്മിൽ ഫ്യൂസ് ചെയ്തപ്പോൾ ഞാൻ എത്ര ഓർ ഓപ്പറേഷൻ ചെയ്തു? അതായത് V1ഉം V2ഉം തമ്മിൽ ചെയ്തു. അതായത് എത്ര നമ്പർ ഓഫ് വേർട്ടിസസ് ഉണ്ടായിരുന്നോ അത്രയും ഓർ ഓപ്പറേഷൻസ് ചെയ്തു. ദാറ്റ് മീൻസ് ഇവിടെ ഒരൊറ്റ റോ ചെയ്തപ്പോൾ 1 2 ഇത് രണ്ടുപേരും തമ്മിൽ ചെയ്തു, ഇത് രണ്ടും തമ്മിൽ ചെയ്തു, ഇത് രണ്ടും തമ്മിൽ ചെയ്തു. അതായത് 3 ഡിഫറെൻറ്റ് ഓർ ഓപ്പറേഷൻസ് നമ്മൾ ഒരു റോയിൽ തന്നെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അടുത്ത കോളത്തിൽ തന്നെ ചെയ്യുന്നുണ്ട്. എത്ര എണ്ണം? 3 എണ്ണം. അതായത് ഇൻ ദിസ് ഗ്രാഫ് 3 നമ്പർ ഓഫ് വേർട്ടിസസ് എക്സിസ്റ്റ്, സോ വി ആർ പെർഫോമിങ് 3 ഡിഫറെൻറ്റ് ഓർ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. സോ വി നോ ദാറ്റ് n-1 ഫ്യൂഷൻ ഓപ്പറേഷൻ വേണം. ഓരോ ഫ്യൂഷൻ ഓപ്പറേഷനും എത്ര ഓർ ഓപ്പറേഷൻസ് വേണം? n വേണം. സോ ടോട്ടൽ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n×n-1 ആയിരിക്കും. ഓക്കെ, അതാണ് സിൻസ് ഈച്ച് ഫ്യൂഷൻ പെർഫോംസ് അറ്റ്മോസ്റ്റ് n ലോജിക്കൽ അഡീഷൻ, അപ്പർ ബൗണ്ട് ഓൺ എക്സിക്യൂഷൻ ടൈം ഈസ് പ്രൊപ്പോർഷണൽ ടു n×n-1. സോ നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്യുന്ന ഒരു വേർട്ടെക്സ് കാണുമല്ലോ, അതായത് ഫ്യൂസ് ചെയ്യാൻ ഫസ്റ്റ് എടുക്കുന്ന ഒരു വേർട്ടെക്സ് കാണുമല്ലോ, ആ വേർട്ടെക്സിൻ്റെ ചോയ്സ് അനുസരിച്ചിരിക്കും നമ്മുടെ ഫ്യൂഷൻ, അതായത് ഈ പറയുന്ന ടൈം കോംപ്ലക്സിറ്റി എങ്ങനെ ഇരിക്കും എന്നുള്ളത്, ബെസ്റ്റ് പെർഫോമൻസ് എടുക്കുന്നത്. അതായത് പ്രോപ്പർ ചോയ്സ് ഓഫ് ദി ഇനിഷ്യൽ വേർട്ടെക്സസ് ടു വിച്ച് അഡ്ജസൻറ്റ് വേർട്ടെക്സസ് ആർ ഫ്യൂസ്ഡ് ഇൻ ഈച്ച് കമ്പോണൻറ്റ് വുഡ് ഇംപ്രൂവ് ദി എഫിഷ്യൻസി കൂട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്യുന്ന വേർട്ടെക്സിന് അനുസരിച്ചിരിക്കും, ഫ്യൂസ് ചെയ്യാൻ എടുക്കുന്ന വേർട്ടെക്സസിന് അനുസരിച്ചിരിക്കും ഈ പറയുന്നതിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഓൾവേസ് യു ഹാവ് ടു സെലക്ട് എ വേർട്ടെക്സസ് വിത്ത് മാക്സിമം ഡിഗ്രി, എയ്തർ മാക്സിമം ഡിഗ്രി അല്ലെങ്കിൽ മിനിമം ഡിഗ്രി. ഓക്കെ, അങ്ങനെയുള്ളതായിരിക്കണം നിങ്ങൾ ആദ്യമേ ചൂസ് ചെയ്യേണ്ടത്, വേർട്ടെക്സസിനെ ഫ്യൂസ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഓൾവേസ് സെലക്ട് എ വേർട്ടിസസ് വിത്ത് മാക്സിമം ഡിഗ്രി എന്നാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ബട്ട് അതർവൈസ് യു ക്യാൻ സെലക്ട് മിനിമം ഡിഗ്രി ഓൾസോ. ഓക്കെ, അങ്ങനെ വേണം നിങ്ങളുടെ എഫിഷ്യൻസി കൂട്ടാനായിട്ട്. So this is all about the connectedness and components. This flowchart is very important, and also this one example. Okay, usually examine it ചോദിച്ചു കാണാറുണ്ട്. So study it thoroughly. If you have any doubts, message me. Okay, thank you.